ഹലോ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരത്തിൻ്റെ ആശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങളുടെ വെക്കേഷൻ്റെ ലാസ്റ്റ് ലെഗിലാണ് ബുഡാപെസ്റ്റിൽ. ഇതാ മോർണിംഗ് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കി തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2-3 കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ തോന്നി. നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിച്ച പോലെ നടക്കണമെന്നില്ല. ഉദാഹരണത്തിന് ഇന്നലെ ഞങ്ങൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിഡ് നൈറ്റ് ക്രൂസൊക്കെ ബുക്ക് ചെയ്തായിരുന്നു. പക്ഷേ ലൈഫ് ഹാഡ് അതർ പ്ലാൻസ്. ഞങ്ങൾ ഇപ്പോൾ 3 ആഴ്ചയോളമായി ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മൾ എവിടെയും ഇതുവരെ അങ്ങനെ സ്നോ ഒന്നും ഉണ്ടായില്ല. പലയിടത്തും ഫോർകാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് വി കുഡിൻ സീ സ്നോ. പക്ഷേ ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് ഭയങ്കര സ്നോഫോൾ. അത് കാരണം ഉബറൊന്നും വന്നില്ല, ഞങ്ങൾക്ക് നമ്മളുടെ ക്രൂസിന് പോകാൻ പറ്റിയില്ല. പക്ഷേ നമുക്ക് സ്നോ എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ നമ്മളിതാ വഴിയിലേക്ക് ഇറങ്ങി, നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. ഡാന്യൂബ് റിവറിൻ്റെ അവിടെ പോയി കുറച്ച് ഫയർ വർക്കൊക്കെ കണ്ടു. അപ്പോൾ കിട്ടുന്ന അവസരങ്ങളിൽ എങ്ങനെ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കണം എന്നില്ല, പക്ഷേ എങ്ങനെയൊക്കെ നമുക്ക് മനോഹരമാക്കാം എന്ന് ഒന്ന് ആലോചിക്കുക, ശ്രമിക്കുക. പിന്നെ അത് പറയാനുള്ളൊരു പ്രധാന കാരണം 2025 വാസ് എ ഗ്രേറ്റ് ഇയർ ഫോർ മീ. ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത, ഞാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും വിചാരിച്ചതിനേക്കാൾ ഭംഗിയായി നടത്തി തന്നൊരു വർഷമാണ്. പക്ഷേ ഞാൻ വിചാരിച്ച പല കാര്യങ്ങളും നടക്കാത്തൊരു വർഷം കൂടിയാണ് 2025. തുടക്കത്തിൽ ഞാൻ ലണ്ടനിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ, കോഴ്സ് കഴിഞ്ഞ് ഐ ഹാഡ് പ്ലാൻസ് ടു സ്റ്റാർട്ട് മൈ ഓൺ സപ്പർ ക്ലബ്. പക്ഷേ അത് നടന്നില്ല എന്ന് മാത്രമല്ല, പക്ഷേ മറ്റ് പല ഓപ്പർച്യൂണിറ്റീസുമാണ് എന്നെ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നത്. മിസ്സിസ് കേരള വാസ് വൺ എമംഗ്. അപ്പോൾ കിട്ടുന്ന നമ്മളുടെ അവസരങ്ങളൊന്നും എന്താ പറയുക വിട്ടുകളയാതിരിക്കുക, ഗ്രാബ് ഇറ്റ്. ഇപ്പോൾ എൻ്റെ സപ്പർ ക്ലബ് എന്ന സ്വപ്നം അവിടെ ഞാൻ ഉപേക്ഷിക്കുന്നില്ല. ഞാൻ ഈ വർഷം തീർച്ചയായിട്ടും അതിനു വേണ്ടി പ്രയത്നിക്കുന്നതായിരിക്കും. പക്ഷേ എന്ന് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ബാക്കിയുള്ള എന്തെങ്കിലും അവസരങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അതിനെയും ഗ്രാബ് ചെയ്യാൻ, അല്ലെങ്കിൽ ബ്രീവായി തന്നെ മുന്നേറാൻ തയ്യാറായിട്ടിരിക്കുക. ആൻഡ് ട്രൈ ടു മേക്ക് യുവർ ടൈം മീനിങ് ഫുൾ. അതേസമയം നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം മാറ്റി വയ്ക്കുക, ആ ഇഷ്ടങ്ങളെ തിരിച്ചറിയുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ആൻഡ് ട്രൈ ടു ലേൺ ഫ്രം എവ്രി വൺ. എങ്ങനെയാവണമെന്നും എങ്ങനെ ആവരുതെന്നും നമുക്ക് പലരിൽ നിന്നും പലതും പഠിക്കാനുണ്ട്. സോ വിഷിംഗ് എവ്രി വൺ എ വെരി മീനിങ് ഫുൾ 2026.